ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മംഗല്യഭാഗ്യത്തിന് ധനുമാസത്തിൽ ഉമാമഹേശ്വര പൂജ. ഉമാമഹേശ്വരന്മാരെ ആരാധിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ധനുമാസം. ഈ മാസം മുഴുവൻ വ്രതമെടുത്ത് ഉമാമഹേശ്വര പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും തിരുവാതിര നാളിൽ ഉപവസിക്കുകയും ചെയ്താൽ മംഗല്യപ്രാപ്തിയും ഇഷ്ടപത്രലബ്ധിയും ഉണ്ടാകും. ഒപ്പം എല്ലാ ദിവസവും ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കും. ധനു ശ്രീ പരമേശ്വരിക്ക് പ്രാധാന്യമുള്ള മാസം ആയതിനാലാണ് ഈ പുണ്യം ലഭിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന്റെ തിരുനാളായതിനാൽ ദേവീദേവന്മാർ പൊതുവെ ശാന്തഭാവത്തിലും അനുഗ്രഹഭാവത്തിലുമായിരിക്കും കുടികൊള്ളുക. അതുകൊണ്ട് തന്നെ ഈ മാസം ചെയ്യുന്ന ഏതു വ്രതത്തിനും ഇരട്ടി ഫലമാണ് ലഭിക്കുക. ഭർത്താവുമൊത്ത് സന്തോഷകരമായി കഴിയുന്ന ദേവി സന്തുഷ്ടയും സന്തോഷവതിയുമായതിനാൽ പെട്ടെന്ന് പ്രസാദിക്കും. ശ്രീ പരമേശ്വരി പൊതുവെ ശാന്തസ്വരൂപിണിയാണെങ്കിലും ചില അവസരങ്ങളിൽ ആവശ്യാനുസരണം രൗദ്രഭാവം കൈക്കൊള്ളാറുമുണ്ട്. എന്നല്ല, വിവാഹത്തിനും മക്കളുടെയും ഭർത്താവിൻ്റെയും തൻ്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഉത്തമമായ ഉമാമഹേശ്വര പൂജ ചെയ്ത് ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുക. ക്ഷേത്രങ്ങളിൽ ഉമാമഹേശ്വര പൂജ നേർച്ചയായി നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ശിവക്ഷേത്രങ്ങളിലോ ശിവപാർവതി ക്ഷേത്രങ്ങളിലോ വേണം ഇത് ചെയ്യുവാൻ. എല്ലാ ശിവപാർവതി ക്ഷേത്രങ്ങളിലും ഉമാമഹേശ്വര പൂജ സാധാരണ ചെയ്തു വരാറുണ്ട്. എന്നാൽ ഇത് ഒരാൾക്ക് മാത്രമായി ക്ഷേത്രങ്ങളിൽ ചെയ്യാറില്ല. അതിനാൽ എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇതിന് പണമടിച്ച് രസീതാക്കിയാൽ മതി. ധനുമാസം മുഴുവൻ ദിവസങ്ങളിലും ഉമാമഹേശ്വര പൂജ ക്ഷേത്രങ്ങളിൽ ചെയ്ത് ദേവീ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നത് ഏറ്റവും അനുഗ്രഹദായകമാണ്. തിരുവാതിര ദിനങ്ങൾ ഈ ദിവസങ്ങളിൽ സുമംഗലികളും കന്യകമാരും നിർബന്ധമായും വ്രതം എടുത്തിരിക്കണം. ഈ ആചരണത്തിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശ്രീ മഹാദേവൻ്റെ തിരുനാള് അല്ലെ പിറന്നാള് എന്നത് തന്നെയാണ് പ്രാധാന്യം. ഈ ദിവസം സന്തോഷകരമായ കുടുംബജീവിതത്തിന് ദേവി തിരുവാതിര നോയമ്പെടുത്തു എന്നാണ് ഐതിഹ്യം. പാലാഴി മദന കാലത്ത് മഹാദേവൻ ഹലാഹലം എന്ന വിഷം കുടിച്ചപ്പോൾ വിഷം തൊണ്ടയ്ക്ക് താഴെ പോകാതെ ശ്രീ ഭഗവാനെ രക്ഷിച്ചതും തിരുവാതിര ദിവസമാണെന്നാണ് വിശ്വസിക്കുന്നത്. സൃഷ്ടിയുടെ തുടക്കം എന്നോണം 9 ദിവ്യ ശക്തികളെ ശിവൻ തന്നിലേക്ക് ലയിപ്പിച്ചതും തിരുവാതിര നാളിലായിരുന്നുവത്രേ. ബാലഗോപാലനെ പതിവായി കിട്ടാൻ പണ്ട് കാർത്യായനി വ്രതം അനുഷ്ഠിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മപ്പെടുത്തലായും തിരുവാതിര വ്രതം കണക്കാക്കി വരുന്നു. പൂർവജന്മത്തിൽ ഭഗവതി ദക്ഷപുത്രിയായ സതിയായിരുന്നു. ഭർത്താവിനെ നിന്ദിച്ച പിതാവിനു മുമ്പിൽ പതിവ്രതയായ സതി സ്വയം അഗ്നിയായി വെന്തൊടുങ്ങി. അവർ പുനർജനിച്ചത് ഹിമവൽ പുത്രിയായ ശ്രീ പാർവതി ദേവിയായിട്ടാണ്. മഹേശ്വരനെ ഭർത്താവായി കിട്ടാൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്ത പാർവതി ദേവിക്ക് ഭഗവാൻ ദർശനം നൽകി സ്വയം സമർപ്പിച്ചു. മംഗല്യഭാഗ്യത്തിനും ദീർഘസുമംഗലി യോഗവും ഭക്തർക്ക് നൽകുന്ന ഉമയ്ക്ക് ഈ സമയം സ്വാത്വിക ഭാവമാണ്. ശിവനെ മാലയിട്ട് വരിക്കാൻ നിൽക്കുന്ന തേജോമയിയായ കന്യക രൂപമാണ് അപ്പോൾ ദേവിക്ക്. അപ്പോൾ എല്ലാവരും തന്നെ തിരുവാതിര വ്രതം എടുക്കുക. ഏറ്റവും ഐശ്വര്യദായകമാണ്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ ദേവിയുടെ നമുക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രങ്ങളിലോ ശിവപാർവതി ക്ഷേത്രങ്ങളിലോ ഒക്കെ ദർശനം നടത്തി അന്നേ ദിവസം വ്രതമെടുത്ത് ദേവിക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ നടത്തി ഇഷ്ടമുള്ള മാലകളും പൂക്കളും സമർപ്പിച്ച് ദേവിയെ പൂജിച്ചാൽ എന്താണെങ്കിലും ദേവി മനസ്സ് കനിഞ്ഞ് അനുഗ്രഹിച്ച് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് തരികയും ചെയ്യും. വളരെയേറെ പ്രാധാന്യമുള്ള തിരുവാതിര ദിവസം, അതായത് ശിവപാർവതി ക്ഷേത്രങ്ങളിലെ ഉത്സവമായിട്ടും തിരുവാതിര കളികളും ഉമാമഹേശ്വര പൂജയും സ്വയംവര പൂജയും മറ്റു വിശേഷാൽ പൂജകളും പൊങ്കാല ഒക്കെയാണ് ഈ അവസരത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്നത്. മഹയിരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയും ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങിയ അനേക ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്നാണ് വിശ്വാസം. രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. കാച്ചിൽ, കൂർക്ക, ചേന, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, വെട്ടുചേമ്പ്, ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കിയ തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. 7:30 വെളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്.
ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗ്ഗങ്ങളും ആയിരിക്കും. അരിയാഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കൂ. വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പുതുതിരുവാതിര അല്ലെങ്കിൽ പുത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്ന് അറിയപ്പെടുന്നു. ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ്. തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടൂ എന്നാണ് വിശ്വാസം. ദശപുഷ്പങ്ങൾ ദേവത അവയുടെ ഫലങ്ങൾ നോക്കാം. കറുക സൂര്യന് അതായത് വ്യാധികൾ മാറും. വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവിന് വിഷ്ണുപദത്തിലെത്താൻ വേണ്ടി. മുക്കുറ്റി പാർവതി പത്രസൗഖ്യത്തിനും. പൂവാങ്കുരുന്നില ബ്രഹ്മാവ് അതായത് ദാരിദ്ര്യദുഃഖം അകലുന്നതിനും. നിലപ്പന ശിവൻ അതായത് പാപങ്ങൾ കഴുകിക്കളയുവാനും. കയ്യൂന്നി ലക്ഷ്മി ദേവിക്കും സൗന്ദര്യത്തിന് ഉത്തമമാണ്. ഉഴിഞ്ഞ ഭൂമിദേവി അതായത് ബുദ്ധിമതിയാകും. മുയൽ ചെവിയൻ കാമദേവൻ അഭീഷ്ടസിദ്ധി ലഭിക്കും. ചിറൂള യമരാജൻ അതായത് ദീർഘായുസിനും. തിരുതാളി ശ്രീകൃഷ്ണന് അതായത് നെടുമംഗല്യത്തിനുമായിട്ടാണ് ഈ ദശപുഷ്പങ്ങൾ തിരുവാതിര ദിവസം സ്ത്രീകൾ തലയിൽ ചൂടുന്നത്. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ ധനുമാസ തിരുവാതിര എന്ന് പറയുന്നത്. പറ്റിയുമുള്ള എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.